അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് മോളി. ഞാൻ എടൂരിടവക്കാരിയാണ്. എനിക്ക് നടുവേദനയായിട്ട് 4 കൊല്ലമായി, മാറുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ കണ്ണൂർ ഹോസ്പിറ്റലിലൊക്കെ പോയി, എന്നിട്ട് കുറഞ്ഞിട്ടില്ല. എന്നിട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ പോയി, ഓപ്പറേഷൻ ഇല്ലാണ്ട് ശരിയാകുകയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. കുറഞ്ഞില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ വെച്ച് എന്നെ വീട്ടിൽ വിട്ടു. എന്നിട്ട് ഒരു കുറവും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ആവിലാപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നു. വ്യാഴാഴ്ച പകലിരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ സന്ധ്യയ്ക്ക് വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു നടുവേദനയാണെന്ന് പറഞ്ഞു. കുനിയാൻ നൂരുകയും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു കുനിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുനിഞ്ഞു, അവിടുന്ന് കുനിഞ്ഞ് ഏറ്റു. എന്നിട്ട് എന്നോട് പറഞ്ഞു നടുവിന് മാത്രമല്ലല്ലോ കഴുത്തിനും വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുത്തിൻ്റെ വേദനയും മാറി. ഞാൻ അച്ഛനോട് എങ്ങനെയെല്ലാം പറയുന്നതെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ചാപ്പലിൽ പോയി 10 കിലോ അരി ചാക്കെടുത്ത് കുരിശടി പോയി കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഒരു കപ്പിൽ പോലും വെള്ളം എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതെല്ലാം മാറിയ ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയുടെ എടൂരാണ് വീട് അല്ലേ? മോളി എന്നാണ് ചേച്ചിയുടെ പേര്. അങ്ങനെ നടുവേദന വന്ന് കണ്ണൂര് പോയി. കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് ഏതാശുപത്രിയാണ്? ലൂർദ് ആശുപത്രിയിൽ, എറണാകുളത്ത് ലൂർദ് ആശുപത്രിയിൽ പോയി. അങ്ങനെ എടൂരിൽ നിന്ന് കണ്ണൂര് വഴി എറണാകുളം വഴിയാണ് കാരാപറമ്പിലെത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എറണാകുളം വഴി കാരാപറമ്പ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കപ്പ് വെള്ളം പോലും എടുക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരുന്ന മോളി ചേച്ചിക്ക് ഒരു ചാക്കരി എടുത്ത് ഒരു ചെടി വരെ നടക്കാനും തിരിച്ചു വരാനും നട്ടെല്ലിന് വേണമെന്ന് പറഞ്ഞിരുന്ന ഓപ്പറേഷൻ വേണ്ടാതെ കഴുത്തിന്റെയും നടുവിന്റെ ഒക്കെ വേദനകളൊക്കെ മാറി. ഇപ്പോൾ എല്ലാ ജോലിയും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, തുള്ളിച്ചാടാൻ പറ്റുന്ന രീതിയിൽ കർത്താവ്, നടക്കാൻ തന്നെ ഇവിടെ വന്ന് വ്യാഴാഴ്ച ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വൈകുന്നേരം എല്ലാ ആൾക്കാരൊക്കെ പോയതിന് ശേഷം ഗ്യാപ്പ് നോക്കിയാണ് വന്നത് അല്ലേ? ഇനി അങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇനി എടൂരുകാർ പലരും എറണാകുളം വഴി വരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മോളി ചേച്ചിയെ സുഖപ്പെടുത്തിയ കർത്താവിന് നമുക്ക് കൈയടിച്ച്